ആരോഗ്യം അമൂല്യം. അലർജി കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വടകര തിരുവള്ളൂർ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയത്തിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യമിത്ര RV. ഇന്ന് വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു രോഗമാണ് അലർജി. 20 മുതൽ 30% ആളുകൾ അലർജി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചുറ്റുപാടിലെ ചില പദാർത്ഥങ്ങളോടോ അവസ്ഥയോടോ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിനുണ്ടാകുന്ന അമിത പ്രതികരണം അഥവാ ഹൈപ്പർ സെൻസിറ്റിവിറ്റി മൂലം ഉണ്ടാകുന്നതാണ് അലർജികൾ. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം. ചെറുതും വലുതുമായ അലർജികൾ ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അലർജിക്ക് കാരണമാകുന്ന ഒരു വസ്തുവിനെ അലർജൻ എന്ന് പറയാം. പൊടി, ഭക്ഷ്യവസ്തുക്കൾ, പൂമ്പൊടി, രാസവസ്തുക്കൾ എന്നിവയൊക്കെ സാധാരണയായി അലർജിക്ക് കാരണമാകാറുണ്ട്. ഇതൊന്നുമല്ലാതെ തന്നെ നാം പ്രതീക്ഷിക്കാത്ത പല വസ്തുക്കളും അലർജിക്ക് കാരണമാകുന്നുണ്ട്. അലർജിക്ക് കാരണമാകുന്ന ഘടകങ്ങളെ പൊതുവെ ജനിതകവും പാരിസ്ഥിതികവുമായി തരംതിരിക്കുന്നു. പാരിസ്ഥിതിക അലർജിയുടെ കാരണങ്ങളാണ് ഭക്ഷണം, പൂമ്പൊടി, മരുന്നുകൾ, പ്രാണികളുടെ കടിയോടുള്ള പ്രതികരണങ്ങൾ, വളർത്തുമൃഗങ്ങൾ, കാലാവസ്ഥ എന്നിവ മൂലമുണ്ടാകുന്ന അലർജികൾ. അലർജി ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന ഒരു തരം ആൻറ്റിബോഡികൾ ഉണ്ടാക്കി രോഗപ്രതിരോധ സംവിധാനമായി പ്രതികരിക്കുന്നു. ഈ പ്രതികരണം അലർജിയുടെ ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു. അലർജി പ്രധാനമായും ബാധിക്കുന്നത് ശരീരത്തിലെ 3 അവയവങ്ങളെയാണ്: ശ്വാസകോശം, ത്വക്ക്, മൂക്ക് എന്നിവയാണവ. ശ്വാസകോശ സംബന്ധമായ അലർജി ഉണ്ടായാൽ ആസ്തമ, തുമ്മൽ, വിട്ടുമാറാത്ത ചുമ എന്നീ ലക്ഷണങ്ങളും, ത്വക്കിനെ ബാധിക്കുകയാണെങ്കിൽ ശരീരത്തിന് ചൊറിച്ചിൽ, ചർമ്മത്തിൽ ചുവന്നു തിണർക്കൽ എന്നിവയും, അതുപോലെ മൂക്കിനെ ബാധിക്കുമ്പോൾ മൂക്കൊലിപ്പ്, തുമ്മൽ എന്നിവയും ലക്ഷണങ്ങളായി കാണപ്പെടുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളിലെ അലർജിയാണെങ്കിൽ അലർജൻസ് അന്നനാളത്തിലെ സബ്മ്യൂക്കസ് ലെയറിൽ ഉണ്ടാക്കുന്ന പ്രതികരണം മൂലം അതിസാരം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളായി കാണിക്കാറുണ്ട്. മരുന്നുകളോടുള്ള അലർജിയാണ് മറ്റൊരു പ്രതിഭാസമായി കാണാറ്. ഇത് അനാഫൈലാക്സിസ് എന്നുള്ള കണ്ടീഷനിലേക്ക് നയിക്കുകയും ശ്വാസതടസ്സമുണ്ടായി മരണം വരെ സംഭവിക്കാനും കാരണമാകാറുണ്ട്. രോഗനിർണയം സാധാരണയായി ലക്ഷണങ്ങൾ നോക്കിയും അലർജി ഉണ്ടാക്കുന്ന ആൻറ്റിജൻ നിർണ്ണയിക്കാൻ പര്യാപ്തമായ ഇൻട്രാഡെർമൽ അലർജി ടെസ്റ്റ്, സ്കിൻ പ്രിക് ടെസ്റ്റ്, അലർജൻ സ്പെസിഫിക് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡിറ്റക്ഷൻ എന്നിവ വഴിയാണ് ചെയ്തു വരുന്നത്. ഏതു തരത്തിലുള്ള അലർജി ആയാലും കാരണം നിർണയിച്ച് അലർജൻസുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും ലക്ഷണങ്ങളെ കുറയ്ക്കാനുള്ള ചികിത്സ തേടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അലർജിയുള്ളവർ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വ്യക്തിശുചിത്വം പാലിക്കുക, പരിസര ശുചിത്വം പാലിക്കുക, പുകവലി ഒഴിവാക്കുക, പക്ഷികളെയും മൃഗങ്ങളെയും വീട്ടിനുള്ളിൽ വളർത്താതിരിക്കുക, കൊതുകു നിവാരണികൾ, ചന്ദനത്തിരി എന്നിവയുടെ ഉപയോഗവും കുറയ്ക്കേണ്ടതാണ്. ആയുർവേദത്തിൽ രോഗലക്ഷണങ്ങൾ മാത്രമല്ല അലർജിയുടെ മൂലകാരണത്തെയാണ് ചികിത്സിക്കുന്നത്. കുറഞ്ഞ പ്രതിരോധ ശേഷി അലർജിക്ക് കാരണമാകുന്നു എന്നതുകൊണ്ടുതന്നെ ആയുർവേദ ചികിത്സകൾ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ളവയും ശമന ഔഷധങ്ങൾ വഴിയും ശോധന ചികിത്സ അഥവാ പഞ്ചകർമ്മ ചികിത്സ വഴിയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും പാലിച്ചും കൊണ്ടായിരിക്കാൻ നിർദ്ദേശിക്കുന്നു. അലർജി കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആര്യമിത്ര RV.